രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് 2 മിനിറ്റ് എനിക്ക് തരണേ, ബിഫോർ റെക്കോർഡിംഗ്. ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നോക്കി, ഇന്ന് രാത്രി ഞാൻ ഓരോ പ്രാവശ്യവും നമുക്കൊരു സന്തോഷം തരുന്ന ഒരു പാസേജാണ് സംസാരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളതായ ഒരു ചെറിയ പാസേജാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. വളരെ ഫെമിലിയർ ആയ ഒരു ടെക്സ്റ്റ് ആണ്. കാനാവിലെ കല്യാണ വീടിലെ ആ ഒരു പാസേജിന്റെ 2:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. നോക്കി, ഞാനത് വായിക്കാം. 3-ാം നാൾ ഗലീലിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിനെന്ന് പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന്? വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായിത്തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കുമാറാണ്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലിലെ കാനാവിൽ വെച്ച് ചെയ്തു. തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനഭാഗത്തിനായി ഞങ്ങൾ നിർമ്മിച്ച കർത്താവിന്റെ സ്തോത്രം ചെയ്തു. ഞങ്ങൾ മൺപൊടികളിൽ ചെറിയവരുമാണ് കർത്താവേ. രാത്രി അവിടുത്തെ ജീവന്റെ അപ്പമായ വചനത്തെ ഞങ്ങൾക്ക് വേണ്ടി ഞുറുക്കി തരണമേ. എല്ലാ മഹത്വം കർത്താവിന്, യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. എനിക്കറിയാൻ നല്ല പരിചയമുള്ള ഒരു ടെക്സ്റ്റ് ആണ്. ഞാനൊരു ഡിവോഷണൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇതൊരു യുണീക്ക് ടെക്സ്റ്റ് ആണ്. യുണീക്ക് ടെക്സ്റ്റ് ഞാൻ പറഞ്ഞാൽ മറ്റ് 3 സുവിശേഷങ്ങളിലും ഇല്ലാത്തൊരു പാസേജ് ആണ് കാനാവിലെ കല്യാണ വീടിന്റെ. നോക്കിയേ, 3-ാമത്തെ അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതുന്നത്. അതിനുശേഷം യേശു യഹൂദി ദേശത്ത് വന്ന് അവരോട് സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശാലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അടുത്ത ഭാഗം നോക്കി, അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. നോക്കണം, ഇത് 3-ാമത്തെ ചാപ്റ്ററാണ്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 1:14 വായിച്ചാൽ എങ്ങനെയാണെന്നറിയാമോ? മർക്കോസ് 1:14, യോഹന്നാൻ തടവിലായ ശേഷം, ആഫ്റ്റർ ജോൺ വാസ് പുട്ട് ഇൻ പ്രിസൺ, യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചതാണ്. ഒരു ടൈം അവിടെ മെൻഷൻ ചെയ്തു. അത് തടവിലായ ശേഷം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 3:22 താട്ട് വായിച്ചു. യേശു ശിഷ്യന്മാരെ സ്നാനം കഴിപ്പിക്കുന്നു. കുറച്ചങ്ങോട്ട് മാറി ഐനോനിൽ ധാരാളം വെള്ളമുള്ള സ്ഥലത്ത് യോഹന്നാൻ സ്നാപകന് ശിഷ്യന്മാരെ സ്നാനം കഴിക്കും. രണ്ടുപേരും ഒരുപോലെ ഒരേ സമയത്ത് കണ്ടിരിക്കുക. അവിടെ യോഹന്നാൻ വ്യക്തമായിട്ട് പറയാം, അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒറ്റ യോഹന്നാനേ ഉള്ളൂ. അത് യോഹന്നാൻ സ്നാപകനാണ്. ആ സ്നാപകൻ എന്നുള്ളതായ ആ വാക്ക് അവിടെ ഉപയോഗിക്കത്തില്ല, ആ ടൈറ്റിൽ അവിടെ ഉപയോഗിക്കുന്നില്ല. യോഹന്നാൻ എന്ന് മാത്രമേ ഉള്ളൂ എഴുതിയിട്ടുള്ളൂ. മറ്റു സുവിശേഷങ്ങളിലെ യോഹന്നാൻ സ്നാപകൻ. നോക്കണം, അപ്പൊ ഗലീലയിലെ യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് യോഹന്നാൻ തടവിലായ ശേഷമാണ്. എന്നാൽ ഇവിടെ ഈ യോഹന്നാന്റെ സുവിശേഷം ചാപ്റ്റർ 2-ലും 3-ലും ഒക്കെയുള്ള പാസേജ് ഒരുപക്ഷെ യോഹന്നാൻ തടവിലായതിന് മുമ്പുള്ള സമയത്തായിരിക്കാം യേശു ചെയ്യുന്നത്. എന്നാൽ മറ്റു 3 സുവിശേഷകന്മാരും ആ ഒരു പീരീഡിൽ യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് പരാമർശിക്കുന്നില്ല. എന്നാൽ ഇവിടെ ദ ലാസ്റ്റ് ഗോസ്പൽ റൈറ്റർ ഈസ് മെൻഷനിങ് അബൌട്ട് ദ ഫസ്റ്റ് സൈൻ ഓഫ് ജീസസ്. ആദ്യത്തെ അടയാളത്തെ കുറിച്ച് ഏറ്റവും ലാസ്റ്റ് സുവിശേഷം എന്നാ പറയുന്നത്. അതാണ് ഞാൻ വായിച്ച ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് വായിക്കുമ്പോൾ 3-ാം നാൾ ഗലീലിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. 3rd ഡേ എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻ റീഡർ വായിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന യേശുവിന്റെ പുനരുദ്ധാനമാണ്. കാരണം അത് ഒരു ക്രിസ്ത്യൻ ഓൺ ദ 3rd ഡേ എന്നൊക്കെ പറയുമ്പോൾ. എന്നാൽ അവിടെ ഈ പാസേജിന് ഓൺ ദ 3rd ഡേക്ക് അതിന് ചാപ്റ്റർ 1-ഉമായിട്ട് ബന്ധമാണ്. ഒരു പേജ് എന്റെ കൂടെ, നിങ്ങളുടെ ഈ ബൈബിൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒരു പേജ് എന്റെ കൂടെ പുറകോട്ട് മറിക്കുമ്പോൾ നോക്കി, അതിന്റെ 1:19 ആദ്യത്തെ 18 വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ വളരെ കെയർഫുൾ ആയി അറേഞ്ച് ചെയ്ത പ്രൊലോഗ് എന്ന് അതിനെ വിളിക്കും. പ്രൊലോഗ് എന്ന്, അത് ഒരു പോയറ്റിക് ഫോമില. എന്നാൽ 19 മുതൽ ശരിക്കും ഒരു സ്റ്റോറി ആരംഭിക്കാം. ആ നറേറ്റീവ് ആരംഭിക്കാം. അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, നീ ആരെന്ന് യോഹന്നാൻ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യെരൂശലേമിൽ നിന്നും പുരോഹിതന്മാരും ലേവ്യരും അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ സാക്ഷ്യം പറഞ്ഞതാൽ അവൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല. അവർ ചോദിച്ചൊന്നുമില്ല. ഇവിടെ ടെക്സ്റ്റില് യോഹന്നാൻ തന്നെ പറഞ്ഞു, ഐ ആം നോട്ട് ദ മെസ്സായ. നോക്കണം, ഇതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷങ്ങൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് യോഹന്നാൻ മരുഭൂമിയിൽ വന്ന് സ്നാനം കഴിപ്പിക്കുകയും ശക്തമായി വചനം പ്രസംഗിക്കുകയും ചെയ്തു. മലാഖി പ്രവാചകന് ശേഷം ഒരു ദൈവശബ്ദം കേൾക്കാനില്ലാതെ യഹൂദജനം ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് വളരെ സവിശേഷമായ വേഷവിധാനങ്ങളോടെ, അരയിൽ തോൽവാറും
ഈ ഒട്ടകരോമം കൊണ്ട് ഉടുപ്പുമൊക്കെ ധരിച്ച് ഏലിയാവിനെ പോലെ somebody like Elijah appearing and preaching in the wilderness. ഏലിയാവിനെ പോലെ ഒരു മനുഷ്യൻ വന്നിതാ വളരെ ശക്തമായിട്ട് പ്രസംഗിക്കുന്നു. അദ്ദേഹത്തിന് അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല, അടയാളങ്ങളൊന്നും ചെയ്തില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ വചന ശുശ്രൂഷ വലിയൊരു ഉണർവ് യഹൂദയിൽ ഉണ്ടാക്കി. ആ ദേശത്ത് ഒരുപാട് ആളുകൾ യോഹന്നാന്റെ അടുക്കിലേക്ക് വന്നു. ആ വാർത്ത അങ്ങ് ജെറുസലേമിന്റെ ഏറ്റവും ടോപ്പ് ലെയറിലെത്തി. അതുകൊണ്ട് അവര് കുറച്ച് ആളുകളെ മലാഖിക്ക് ശേഷം ഇങ്ങനെ കേൾക്കുന്ന ഈ ശക്തമായ പ്രവാചകൻ ആരാന്ന് ചോദിക്കാൻ വേണ്ടി അയക്കുക. അവർ പ്രതീക്ഷിക്കുന്നത് മശിഹയായിരുന്നു. അതുകൊണ്ട് അവർ വന്നപ്പോൾ യോഹന്നാൻ അവരോട് പറയാ, ഞാൻ മശിഹ അല്ല. അന്നേരം അവരുടെ ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു. അവർ ചോദിച്ചു, പിന്നെ എന്ത് നീ ഏലിയാവോ എന്ന് ചോദിച്ചു. നോക്കണേ, അവര് ആദ്യത്തെ ചോദ്യം പോക്കറ്റിൽ നിന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു, ആർ യു എലൈജ? അപ്പം നോക്കണേ, ഈ ചോദ്യത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് മലാഖിയുടെ പുസ്തകം 3-4 ചാപ്റ്റേഴ്സാണ്. റിജോയ്സ് ഞാനത് വായിപ്പിക്കുന്നില്ല, കാരണം നമുക്കിതെല്ലാം അറിയാവുന്നതാണ്. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നു, ഞാൻ നിങ്ങളെ ഏലിയ പ്രവാചകൻ അയക്കും. I will send Elijah before the day of the Lord. അതുകൊണ്ട് ആ മശിഹ അല്ലെങ്കിൽ പിന്നെ മശിഹായ്ക്ക് മുമ്പ് വലിയ ദൈവത്തിന്റെ ദിവസം വരുന്നതിന് മുമ്പ് വരാനുള്ള അടുത്ത ഫിഗർ എന്ന് പറയുന്നത് എലൈജയാണ്. സോ ദേ ആർ ആസ്കിങ് ഹിം, ആർ യു എലൈജ? അപ്പം യോഹന്നാൻ പറയുന്ന മറുപടി ഇതാണ്, ഐ ആം നോട്ട് എലൈജ. അപ്പൊ അവിടെ അടുത്ത ചോദ്യം എടുത്തു, നീ ആ പ്രവാചകനോ എന്ന് ചോദിച്ചു. അത് ഡ്യൂട്രോണമി 18:18, ആവർത്തനം 18:18 മോശ പറയുന്നുണ്ട്, ജനത്തിന്റെ ഇടയിൽ നിന്നും എന്നെപ്പോലൊരു പ്രവാചകനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. എ പ്രോഫറ്റ് ലൈക്ക് മീ വിൽ കം. സോ അവിടെ യോഹന്നാൻ പറയുന്നു, ഐ ആം നോട്ട്. നോക്കണം, ഇതൊരു പ്രത്യേക ദിവസം സംഭവിക്കുന്നതായിട്ടാ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത്. ഫസ്റ്റ് ഡേ. ഇന്ന് നോക്കിയേ, അതിന്റെ 29 ഞാൻ വരുമ്പോൾ കാണുന്നത് അറിയാമോ? ദ നെക്സ്റ്റ് ഡേ, പിറ്റേന്നാൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന. അപ്പൊ നോക്കണം, യോഹന്നാന് കിട്ടിയ വെളിപ്പാട് അതുല്യമായ വെളിപ്പാടായിരുന്നു. മറ്റാർക്കും ഇല്ലാത്ത സവിശേഷമായ ഒരു വെളിപ്പാട്. യേശുവിനെ നോക്കിക്കൊണ്ട് പറയാ, ഹിയർ ഇസ് ദ ലാംപ് ഓഫ് ഗോഡ് ടേക്സ് അവേ ദ സിൻസ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത് പിറ്റേന്നാളാ സംഭവിക്കുന്നത്. ആദ്യത്തെ ദിവസം യോഹന്നാന്റെ അടുക്കൽ ഈ ഡെലിഗേറ്റ്സ് വരുന്നതാണ്. അതിനുശേഷം 35-ാമത്തെ വാക്യം നോക്കിയേ, നെക്സ്റ്റ് ഡേ. അതിനുശേഷം 43-ാമത്തെ വാക്യം നോക്കിയേ, ദ നെക്സ്റ്റ് ഡേ. അപ്പൊ ഓൾമോസ്റ്റ് 4 ദിവസങ്ങൾ കഴിഞ്ഞു. ദെൻ യോഹന്നാന് സുവിശേഷത്തിൽ റൈറ്റ് ചെയ്യാൻ പറയാം, നൗ ദിസ് ഈസ് ദ തേർഡ് ഡേ. അതുകൊണ്ട് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പഠിക്കുന്ന ആളുകൾ പറയുന്നത്, ഈ 1:1 മുതൽ 19 മുതൽ ഈ 2:11 വരെ ഒരു 7 ഡേ ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത്. 7 ദിവസത്തിന്റെ ഫ്രെയിമിലാണ്. ഇത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഈ 7 ദിവസത്തെ ഫ്രെയിം പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് എക്കോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എക്കോ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മകൾ ഓടിയെത്തുന്നത് ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ചാണ്. Now God created the heavens and the earth and everything in the 6 days, and the 7th day God rested and then sanctified and made it holy. ഇവിടെ യോഹന്നാൻ പറയുന്നത് 7-ാമത്തെ ദിവസം ഇങ്ങനെ ഇരിക്കുന്നത്, ഗലീലയിൽ വെച്ച് ഇത് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ജീസസ് റിവീൽഡ് ഹിസ് ഗ്ലോറി. അപ്പം അത് ഓൾഡ് ക്രിയേഷൻ ആണെങ്കിൽ, ജോൺ ഈസ് ടെല്ലിംഗ് അബൌട്ട് ദ ന്യൂ ക്രിയേഷൻ. So all creation is framed in 7 days, and new creation is also framed in 7 days. And 7th day, Jesus is revealing his glory. Okay, 1:1 വരുമ്പോൾ 1:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ ഇൻ ദ ബിഗിനിങ്, ആ ഒരു ബിഗിനിങ് is actually like Genesis beginning. ജെനസിസ് ആരംഭിക്കുന്ന അറിയാമോ? ജെനസിസ് is also in the beginning God created. ജോൺ ബിഗിൻ ചെയ്യുന്നത് ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്, ഓൾമോസ്റ്റ് സിമിലർ. അതിനുശേഷം ജെനസിസ് നമ്മൾ കാണുന്ന ലൈഫ്, ലൈറ്റ്, ഡാർക്ക്നെസ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെ ജോൺ 5 കാണുന്ന ലൈറ്റ് ഷൈൻസ് ഇൻ ദ ഡാർക്ക്നെസ്, എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ത്രൂ ഹിം. സോ വളരെ ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു, ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, ദ ഡാബർ യാഹ്വേ. ഇവിടെ കാണുന്നത് ദ വേർഡ് ഓഫ് ദ ലോർഡ്. സോ ഓൾമോസ്റ്റ് സിമിലർ ടു ജെനസിസ്. So John is telling, John is connecting the new creation story back to the old creation. ഒരു ജൂയിഷ് റീഡർ അല്ലെങ്കിൽ ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് അറിയാവുന്ന ഒരാൾ വന്ന് വായിച്ചാൽ കൃത്യമായിട്ട് അവർ പറയും, ദിസ് ഈസ് ലൈക്ക് ദ ബുക്ക് ഓഫ് ജെനസിസ്. ഞങ്ങളുടെ ഉൽപ്പത്തി പുസ്തകം പോലെ ഇത് ആരംഭിക്കുന്നത്. സോ ഒരു മദർ തിയോളജിയാ ക്രിയേഷൻ. സോ പുതിയ സൃഷ്ടിയെ കുറിച്ച്, യേശു ക്രിസ്തുവിലുള്ള ആ സകല സൃഷ്ടിയെയും പുതുക്കുന്ന ആ വരവിനെ
യോഹന്നാൻ പറയുന്നത് ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഫ്രെയിം വർക്കിലാണ്. നോക്കിയേ, ഇനി ഈ കാനാവിലെ കല്യാണ വീട്ടിന്റെ ഈ സ്റ്റോറി, നമുക്ക് വളരെ പരിചയമുള്ള ഈ സ്റ്റോറി ഞാൻ ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ കോണ്ടെക്സ്റ്റിൽ വായിച്ചാൽ, നോക്കി, പുറപ്പാട് പുസ്തകത്തില് ആദ്യത്തെ അത്ഭുതം ഈജിപ്തിൽ ദൈവം ചെയ്യുന്നത് വാട്ടർ ടേൺഡ് ഇൻടു ബ്ലഡ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ദ ഫസ്റ്റ് സൈൻ വാട്ടർ ഈസ് ടേണിംഗ് ടു വൈൻ. അത് ജഡ്ജ്മെന്റ് ആണെങ്കിൽ ദിസ് ഈസ് ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. ദ സെയിം ലോർഡ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാല് ഒരു ഏഷ്യാവിന്റെ പുസ്തകത്തിൽ കാണുന്ന മെസ്സിയാനിക് ബാങ്ക്വറ്റ്. മശിഹ വരുമ്പോൾ വൈൻ വിൽ ഫ്ലോ ആൻഡ് ബ്രെഡ് വിൽ ഫ്ലോ. ആ ഒരു കർത്താവ് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുക എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ജോണിൽ പറയുന്നില്ല. പക്ഷെ ഈ ഒരു അത്ഭുതത്തിലൂടെ യേശു താൻ ആരാണെന്നും തന്റെ മഹത്വം എന്താണെന്നൊക്കെ യേശു വെളിപ്പെടുത്തുക. സോ ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് റീഡർക്ക്, എസ്പെഷ്യലി ഈ യെശയ്യാവിന്റെ പുസ്തകമൊക്കെ അറിയാവുന്നവർക്ക്, ഇത്രയും ഗാലൻസ് ഓഫ് വാട്ടർ മശിഹായുടെ പുതിയ വൈൻ ഒഴുകുമ്പോൾ ഒരു മശിയാനിക് കിങ്ഡം ഈസ് ഹിയർ, ദ ന്യൂ ഏജ് ഈസ് ഹിയർ, the Messiah is here, the kingdom of God is here എന്നുള്ളതായ യാഥാർത്ഥ്യങ്ങൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കി, അതാണ് ഇവിടെ ഇങ്ങനെ നോക്കി, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മളും വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫിഗറാണ് ദ മദർ ഓഫ് ജീസസ്. ഒരിക്കലും മേരിയുടെ പേര് യോഹന്നാന്റെ സുവിശേഷത്തിലില്ല. മറ്റു സുവിശേഷങ്ങളിൽ മേരി ദ മദർ ഓഫ് ജീസസ് എന്നുണ്ട്. പക്ഷെ ഇവിടെ യേശുവിന്റെ അമ്മയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ മേരിയ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന എവിടെയാണെന്ന് അറിയാമോ? 19-ാമത്തെ ചാപ്റ്റർ ക്രൂശിന്റെ ചോട്ടിലാണ്. സ്ത്രീയെ ഇതാ നിന്റെ മകനെന്നും മകനോട് ഇതാ നിന്റെ അമ്മയെന്നൊക്കെ പറയുന്ന ആ 19th ചാപ്റ്ററിലാണ്. പിന്നെ നമ്മൾ മേരിയെ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിൽ കൂടിയിരുന്ന 120 പേരിൽ ഒരാളായിട്ടാണ്. ലീഡർഷിപ്പ് പീറ്റർക്കായിരുന്നു. നോക്കണം, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് മേരിയെ. മേരിയുടെ റോൾ ഒരു യുണീക്ക് റോൾ ആയിരുന്നു. പക്ഷെ വി ആർ നോട്ട് വർഷിപ്പിംഗ് മേരി ബിക്കോസ് God alone is worthy of worship, the Father, Son and the Holy Spirit. പക്ഷെ ഇവിടെ ഈ കല്യാണ വീട്ടിൽ ആദ്യത്തെ അത്ഭുതത്തിന്റെ സമയത്ത് the Mary, the mother of Jesus was there. John writes, not naming Mary but the mother of Jesus. വീഞ്ഞു പോരാതെ വരിക. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. നോക്കണേ, യേശുവിന്റെ ശുശ്രൂഷ ആരംഭിച്ചതേ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്നു ആ 12 പേര് ഇപ്പൊ പൂർത്തിയായിട്ടുണ്ടെന്ന് അറിയത്തില്ല. കടൽക്കരയുടെ നടന്നപ്പോഴത്തേക്ക് മീൻ പിടിക്കുന്ന പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയൊക്കെ വിളിച്ച് കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതേ ഉള്ളൂ. ഗലീലയിലെ വലിയ ശുശ്രൂഷ യോഹന്നാൻ തടവിലായതിനു ശേഷമാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ദ ബിഗിനിങ് സ്റ്റേജ് ഓഫ് ജീസസ് മിനിസ്ട്രി, യേശുവിന്റെ ആ പോപ്പുലാരിറ്റി ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ കർത്താവിന്റെ ഭവനവും ഒക്കെ ആയിട്ട് ഈ കാനായും നസ്രത്തും ഒക്കെ തമ്മിൽ വലിയ ദൂരങ്ങളില്ല. അതുകൊണ്ട് അവർ തമ്മിൽ പരിചയക്കാരായിരിക്കാം, ചിലപ്പോൾ റിലേറ്റീവ്സ് ആയിരിക്കാം. അതുകൊണ്ട് യേശുവിനെയും ശിഷ്യന്മാരെയും യേശുവിന്റെ അമ്മയൊക്കെ ഈ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നിരിക്കാം. നോക്കി, യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണം ക്ഷണിച്ചു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവരോട്. ഓക്കെ, ഒരു 1 week ലോങ് പ്രോസസ് ആണ് യഹൂദന്റെ കല്യാണം. അതിന്റെ ബെട്രോത്തിലൊക്കെ 1 വർഷം മുമ്പ് 1 വർഷം നടന്നു കാണാം. വലിയ സെലിബ്രേഷന്റെ ഒരു സമയം. ഒരു വില്ലേജിലുള്ള മുഴുവൻ ആളുകൾ ഒരുമിച്ച് കൂടി ഒരു 500-600 പേര് കാണും, അല്ലെങ്കിൽ 300-400 പേര്. അവർക്കെല്ലാം പരസ്പരം അറിയാം. ഒരു അർബൻ സെറ്റിംഗ് അല്ല. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളെ നമുക്ക് അറിഞ്ഞെന്ന് വരത്തില്ല, അങ്ങനെയല്ല. എല്ലാവർക്കും പരസ്പരം അറിയാവുന്ന ഒരു വില്ലേജ് കോണ്ടെക്സ്റ്റിലെ വലിയ സെലിബ്രേഷൻ ഓഫ് മാരേജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 week ലോങ് സെലിബ്രേഷൻ ഓഫ് മാരേജ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആകസ്മികമായിട്ട് വളരെ നാളുകൾ കൊണ്ട് കരുതി വെച്ച, വലിയ പ്രിപ്പറേഷനോടെ കരുതി വെച്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ജോയുടെ സിംബലായ വൈൻ ഈസ് ഫിനിഷ്. ഒരു ക്രൈസിസ് ഉണ്ടാകുക. നോക്കി, ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. സ്ഥലം ഏതാ? ലൊക്കേഷൻ ഗലീലയിലെ കാനാവാണെന്ന് പറയുന്നു. യേശു ശിഷ്യന്മാർ അവിടെ ഉണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ആ ഒരു വലിയ ഒരു പ്ലോട്ടിലേക്ക്, ഒരു ക്രൈസിസിലേക്ക് വരിക. ആ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ the wine ran out of stock. ഞാനിങ്ങനെ വിചാരിക്കുന്നു, എങ്ങനെയാ യേശുവിന്റെ അമ്മ ആദ്യം തന്നെ ഈ വിവരം അറിയുന്നു? ഒരുപക്ഷെ ഈ കലവറയ്ക്കകത്തൊക്കെ പോകാനുള്ള ഒരു സാധ്യത സ്ത്രീകൾക്കായിരിക്കാം. അതുകൊണ്ട് ആ വീടിന്റെ ശൂന്യതാവസ്ഥ ആദ്യം അറിയാനുള്ള സാധ്യത സ്ത്രീകൾക്കായിരിക്കാം. അതുകൊണ്ട് യേശുവിന്റെ അമ്മ വന്ന് യേശുവിനോട് പറയുന്നവർക്ക് വീഞ്ഞില്ല. ഞാൻ കോട്ടയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ ഈ പാസേജ് അവരെ വർഷങ്ങൾ, എനിക്ക് 8-10 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാസേജ് ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അവിടെ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു, യേശുവിന്റെ അമ്മ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ മേരി ഒരു മിറക്കിൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണോ വരുന്നത്?
അവർ പറയുന്നത് മിറക്കിൾ എക്സ്പെക്ട് ചെയ്യുന്ന. പക്ഷെ എന്റെ ഒരു പ്രശ്നം, യേശു ഇത് ആദ്യത്തെ അടയാളമാണ് ചെയ്തത്. ഭൂമിയിലേക്ക് വന്നിട്ട് താൻ മനുഷ്യനായ ശേഷം വ്യക്തമായി എഴുതിയിരിക്കുന്നു, ദിസ് ഈസ് എ ഫസ്റ്റ് ഓഫ് ഹിസ് സൈൻസ്. അപ്പൊ തന്റെ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ആരംഭം എന്ന് പറയുമ്പോൾ അതിനപ്പുറം അതിന് മുമ്പ് യേശു ഒരു അടയാളം ചെയ്തിട്ടില്ല. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. അതുകൊണ്ട് ഒരിക്കലും മേരി എങ്ങനെയാ ഒരു മിറക്കിൾ പ്രതീക്ഷിക്കുന്ന എനിക്കറിയത്തില്ല. മേരി മേ ബി ഷീ ഡിഡ് നോട്ട് എക്സ്പെക്ട് എ മിറക്കിൾ. ഒരു ലോക്കലായ അറേഞ്ച്മെന്റിന് വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ മേരി യേശുവിനോട് ആവശ്യപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കുഞ്ഞുങ്ങളോട് സംസാരിച്ചവരോട് പറഞ്ഞു, ഈ യേശുവിന്റെ ബർത്ത് നറേറ്റീവ്സിൽ മാത്രമേ ജോസഫിനെ കുറിച്ച് വായിക്കുന്നുള്ളൂ. അതിനുശേഷം മേരിയെ കുറിച്ചുള്ളൂ. ജോസഫിനെ കുറിച്ച് വി ആർ നോട്ട് റീഡിങ് അബൌട്ട് ജോസഫ്. ഒരു പക്ഷേ ജോസഫ് യേശു ശുശ്രൂഷ തുടങ്ങിയ ഒരു കാലത്ത് അതിന് മുമ്പ് തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കാം. ബിക്കോസ് യു ആർ നോട്ട് റീഡിങ് അബൌട്ട് ജോസഫ്. മേരി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവരെ കുറിച്ച് പരാമർശമുള്ളപ്പോഴും ജോസഫിനെ കുറിച്ച് പരാമർശമില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു സാധാരണ ജൂവിഷ് ലൈഫ്, എ നോർമൽ ജൂവിഷ് ലൈഫ്, വളരെ വിശ്വസ്തയോടെ കുടുംബത്തെ പരിപാലിക്കുന്ന, അമ്മയോടൊക്കെ വളരെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്ന, അതിനെ ജോലി ചെയ്യുന്ന ഒരു നോർമൽ ജൂയിഷ് ലൈഫ് ആയിരുന്നു യേശുവിന്റെ ഏകദേശം 30-ാമത്തെ വയസ്സിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് വരെ. അതുകൊണ്ട് ഈ മൂത്ത ആളെന്നുള്ള നിലയിൽ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി മേരി ഒരുപാട് യേശുവിൽ ആശ്രയിച്ചിരിക്കാം, ലോക്കലായ അറേഞ്ച്മെന്റ്സിന് വേണ്ടി. അങ്ങനെ വീഞ്ഞു പോരാതെ വന്നപ്പോൾ ഓടി യേശുവിന്റെ അടുക്കൽ വന്നതിന് പിന്നിൽ ഒരു ലോക്കൽ അറേഞ്ച്മെന്റ് ആയിരിക്കാം മേരിയുടെ മനസ്സിൽ. ഇനി അതല്ല, അതിനപ്പുറത്ത് ഒരു മിറക്കിൾ പ്രതീക്ഷിച്ചെന്ന് ലോജിക്കൽ അല്ല. കാരണം ഒരു അത്ഭുതം പോലെ യേശു അതിന് മുമ്പ് ചെയ്തിട്ടില്ല. എന്നാൽ ചില ആളുകൾ അങ്ങനെ പറയും. ഞാൻ ആ ക്ലാസ് എടുത്തപ്പോൾ ഈ സമുദായ പശ്ചാത്തലമുള്ളവർ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല പാസ്റ്ററെ, കാരണം 30 വർഷങ്ങൾക്ക് മുമ്പ് ഗബ്രിയേൽ ദൂതൻ മേരിയുടെ അടുക്കൽ വന്ന് പറഞ്ഞില്ലേ, ആ വലിയ ദൂതൊക്കെ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞു അവരോട്, അത് 30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ്, അത് മേരിയുടെ മനസ്സിൽ കണ്ടിരിക്കാം. പക്ഷേ അത് 30 വർഷമായിട്ട് യേശു ഒരു നോർമൽ ജൂയിഷ് ലൈഫാണ് നയിച്ചത്. അതുകൊണ്ട് മോസ്റ്റ് പ്രോബബ്ലി മേരി ഡിഡ് നോട്ട് എക്സ്പെക്ട് എ മിറാക്കിൾ ആയിരിക്കാം. അത് ശരി. എന്നാൽ ഇവിടെ ഒരു ലോക്കൽ അറേഞ്ച്മെന്റിന് വേണ്ടി ആയിരിക്കും. എന്നാൽ പോയ വഴിക്ക് മേരി ഇങ്ങനെ പറഞ്ഞു. നോക്കിയേ, യേശു അതിന് മേരിയോട് പറയുന്നത് ശരി എന്താ, സ്ത്രീയെ എനിക്കും നിനക്ക് തമ്മിൽ എന്ത്. മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി പ്രശ്നം തോന്നും. കാരണം അറിയാമോ, നമ്മൾ ഒരിക്കലും അമ്മയെ സ്ത്രീ എന്നൊന്നും വിളിക്കാറില്ല. അല്ലെങ്കിൽ വലിയ ദേഷ്യം വന്നാൽ പോലും നമ്മൾ ഒരിക്കലും ഈ റിജോയ്സ് ഫെലോഷിപ്പ് ഇന്ന് രാത്രി ഇരിക്കുന്ന ആരും തന്നെ നിങ്ങളുടെ മമ്മിയെ ഒരിക്കലും സ്ത്രീ എന്നൊന്നും വിളിച്ച് കാണത്തില്ല. അപ്പൊ യേശു വളരെ റൂഡ് ലാംഗ്വേജ് അല്ല ഉപയോഗിച്ചെന്ന്. എന്നാൽ ഗ്രീക്കിൽ വരുമ്പോൾ ഒരു മോഡറേറ്റ് ആയ ലാംഗ്വേജ് ആണ്. അത് വലിയ റൂഡൊന്നും അല്ല, ഒരു മോഡറേറ്റ് ആയ, ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് തന്നെ, എന്നാൽ ഒത്തിരി ഡിസ്റ്റൻസ് ഇല്ലാത്ത, തീരെ റെസ്പെക്റ്റബിൾ അല്ലാത്തൊരു ലാംഗ്വേജ് അല്ല, അത്യാവശ്യം റെസ്പെക്റ്റബിൾ ആയ ഒരു ലാംഗ്വേജ് തന്നെയാണ്. ഇവിടെ ഒരു പ്രശ്നം, യേശു ഇന്റർവീൻ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതിന്റെ അർത്ഥം ഈ പ്രോബ്ലത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കർത്താവ് അതിനോടൊരു ഡിസഗ്രിമെന്റാ കാണിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്, സി, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, മൈ ഹവർ ഹാസ് നോട്ട് യെറ്റ് കം. അതൊരു ഇമ്പോർട്ടന്റ് തീമാ ജോൺസ് ഗോസ്പെലിലെ. നോക്കി, ഈ ചാപ്റ്ററില് ഈ പുസ്തകത്തെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 1 മുതൽ 12 വരെയുള്ള ബുക്കിനെ വിളിക്കുന്ന പേര് ബുക്ക് ഓഫ് സയൻസ് എന്ന. ഈ 7 അത്ഭുതങ്ങളും അവിടെയാണ്. രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് 13 തൊട്ട് 21 വരെയുള്ള ചാപ്റ്റേഴ്സാ, ജനറൽ ഡിവിഷനാ. അതിനെ വിളിക്കുന്ന ബുക്ക് ഓഫ് ഗ്ലോറി. 2 ബുക്കാണ് യോഹന്നാന്റെ സുവിശേഷം. അത് കൃത്യമായിട്ട് അത് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്. അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം. ആദ്യത്തെ ബുക്കിനകത്ത് സയൻസിന്റെ ബുക്കാണ്. ഈ അടയാളങ്ങളെല്ലാം അവിടെയാണ്. കാനാവിലെ കല്യാണം വെട്ടിച്ച് വെള്ളം വീഞ്ഞാക്കുന്നതും, രാജഭൃത്യന്റെ മകനെ ഉയർപ്പിക്കുന്നതും, 38 വർഷമായി കുളക്കടയിൽ കിടന്ന രോഗിയെ എഴുന്നേറ്റ് വീട്ടിൽ പൊക്കളാൻ പറയുന്നതും, ലാസറിനെ ഉയർപ്പിക്കുന്നതും ഒക്കെ ഈ ആദ്യത്തെ 12 ചാപ്റ്റേഴ്സിനകത്ത്. അതുകൊണ്ട് ബുക്ക് ഓഫ് സയൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ ബുക്ക് ഓഫ് സയൻസിനകത്ത് ഇത് പബ്ലിക് മിനിസ്ട്രിയാ, യേശുവിന്റെ പരസ്യമായ ശുശ്രൂഷയാണ്. 13 തൊട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പബ്ലിക് മിനിസ്ട്രി അല്ല, പ്രൈവറ്റ് മിനിസ്ട്രിയാ. Now Jesus is not speaking to public, he's speaking only to the disciples and preparing them. അതുകൊണ്ട് ഈ ഭാഗത്ത് ഈ പബ്ലിക് മിനിസ്ട്രിയുടെ ബുക്കില്, ബുക്ക് ഓഫ് സയൻസില് ഓക്കെ, ചാപ്റ്റർ 2 പിന്നെ ചാപ്റ്റർ 7, 5 ഓൺവേർഡ്സ് യേശു പറയാ. നോക്കിയ, യേശു അവരോട് 7-ന്റെ 6-ാമത്തെ വാക്യമാ. യേശു അവരോട്, എന്റെ ബ്രദേഴ്സിനോട് പറയാം, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. യേശുവിന്റെ സഹോദരന്മാർ യേശുവിനോട് ചോദിച്ചു, പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിന്റെ ഈ അടയാളങ്ങളൊക്കെ നീ യെരുശലേമിൽ പോയി ചെയ്യണം. ഗലീലിൽ ചെയ്തിട്ട് കാര്യമില്ല. യെരുശലേമിലാണ് തിയോളജിയൻസ് ഉള്ളത്, യെരുശലേമിലാണ് ഫാരിസീസും സാദുസീസും ഉള്ളത്, അവിടെയാണ് ഹൈ പ്രീസ്റ്റ് ഉള്ളത്. അവരുടെ ഒരു നോട്ടീസ് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഗോ ടു ജെറുസലേം ആൻഡ് ഡു ദീസ് തിങ്സ്. അപ്പൊ യേശു അവരോട് പറയാ, മൈ ഹവർ ഹാസ് നോട്ട് യെറ്റ് കം. അതിനുശേഷം 8-ാമത്തെ ചാപ്റ്റർ 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അവൻ ദേവാലയത്തിൽ വെച്ച് ഉപദേശിക്കുമ്പോൾ ഭണ്ഡാര സ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു, അവന്റെ നാഴിക വന്നിട്ടില്ലായകൊണ്ട്
ആരും അവനെ പിടിച്ചില്ല. നോ വൺ അറസ്റ്റഡ് ഹിം. ദ ഹവർ ഓഫ് ജീസസ് ഹാസ് നോട്ട് കം. ഓക്കെ, അപ്പൊ ഇത് വായിച്ച് ഇങ്ങനെ വരുമ്പോ ആദ്യത്തെ ഹാഫിൽ മുഴുവൻ ജോൺ ദ റൈറ്റർ റിപ്പീറ്റഡ്ലി പറയാ, ജീസസ് ഹവർ ഈസ് നോട്ട് കം, ജീസസ് ഹവർ ഹാസ് നോട്ട് കം, ജീസസ് ഹവർ ഹാസ് നോട്ട് കം. യേശു ഇവിടെ പറയുമ്പോ വെള്ളം വീഞ്ഞാക്കാനുള്ള നാഴിയെ കുറിച്ചല്ല കർത്താവ് പറയും, യെരുശലേമിലേക്ക് പോകാനുള്ള നാഴിയെ കുറിച്ചല്ല, അല്ലെങ്കിൽ അവിടെ പോയി സൈൻ ചെയ്യാനുള്ള നാഴിയെ കുറിച്ചല്ല. ആരും അറസ്റ്റ് ചെയ്യുന്നില്ല. ഷാർപ്പായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. എന്റെ കാരണം ദ ഹവർ ഹാസ് നോട്ട് കം. ഞാൻ വായിക്കുമ്പോൾ ചിന്തിക്കും, ജീസസ് മൂവിങ് അക്കോർഡിംഗ് ടു ഫാദേഴ്സ് ടൈം ടേബിൾ. തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച, തന്നെ ആ മിഷൻ ഏൽപ്പിച്ച സ്വർഗീയ പിതാവിന്റെ ടൈം ടേബിളിനനുസരിച്ചുള്ള ഒരു ലൈഫായിരുന്നു യേശുവിന്റെ. തിരുവഴുത്തുകൾ നിവർത്തിയാക്കിക്കൊണ്ട്, കർത്താവിന് അറിയാമായിരുന്നു താൻ ഈ ഭൂമിയിലേക്ക് വന്നത് കാൽവറി ക്രൂശിൽ ലോകത്തിന്റെ മുഴുവൻ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ പെസഹ കുഞ്ഞാടായിട്ടാ താൻ ഈ ലോകത്തിലേക്ക് വന്നത്. യേശു മാർച്ചിങ് ടുവേഴ്സ് ദാറ്റ്. ഇടയ്ക്ക് പീറ്റർ കർത്താവിനോട് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിലില്ല, മറ്റൊരു സുവിശേഷം, ഒരിക്കലും നിനക്ക് ഭവിക്കലെന്ന് പറയുമ്പോൾ സാത്താനെ എന്നെ വിട്ടു പോ എന്നാ കർത്താവ് പറഞ്ഞത്. ക്രൂശിൽ നിന്ന് തന്നെ ഡീവിയേറ്റ് ചെയ്യുന്ന എല്ലാം അത് ദൈവത്തിങ്കിൽ നിന്നുള്ള അല്ല എന്ന് കർത്താവിന് അറിയാമായിരുന്നു. കാരണം ദാറ്റ് വാസ് ഹിസ് ഹവർ. യേശു ഭൂമിയിലേക്ക് വന്നത് കേവലം വെള്ളം വീഞ്ഞാക്കാനോ 38 വർഷമായി മനുഷ്യനെ എഴുന്നേൽപ്പിക്കാനോ അല്ലെങ്കിൽ ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. അതെല്ലാം കർത്താവ് ചെയ്തു. എന്നാൽ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പ്രധാനമായിട്ടും സകല മനുഷ്യന്റെയും അകൃത്യ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവർക്ക് പകരമായി കാൽവറിയുടെ മുകളിൽ ഏകയാഗമായി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിക്കുന്നതിന് വേണ്ടിയുള്ള ആ നാഴികയ്ക്ക് വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നതെന്ന് കർത്താവിന് അറിയാം. നോക്കി, 13ാമത്തെ ചാപ്റ്ററിലാണ് സെക്കൻഡ് ബുക്ക് ആരംഭിക്കുന്നത്. നോക്കിയാൽ 13ാമത്തെ ചാപ്റ്ററിന്റെ 1ാമത്തെ വാക്യം ഇങ്ങനെയാ, പെസഹ പെരുന്നാളിന് മുമ്പ് താൻ ഈ ലോകം വിട്ട പിതാവിന്റെ അടുക്കൽ പോലുള്ള നാഴിക, the hour has come. അവിടെ യോഹന്നാൻ 2ാമത്തെ ബുക്കിലേക്ക് കടക്കുമ്പോഴേ പറയാ, ജീസസ് ഹവർ ഹാസ് കം. എന്നറിയാമോ? ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞു. അതായത് ക്രൂശിക്കപ്പെടാനുള്ള നാഴിക. 12ാമത്തെ ചാപ്റ്ററിൽ യേശു പറയുന്നുണ്ട്, എന്നറിയാമോ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയിരിക്കും. A corn of wheat falling down to the ground and dying. കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞത് തന്റെ മരണത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. സോ ഒരുപക്ഷെ മേരിയോ അല്ലെങ്കിൽ അവിടെയുള്ള ആരും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. കർത്താവ് പറയാ, ഐ എം മൂവിങ് അക്കോർഡിംഗ് ടു മൈ ഫാദേഴ്സ് ടൈം ടേബിൾ, മൈ ഹവർ ഹാസ് നോട്ട് യെറ്റ് കം. എന്നാൽ മേരി പോയപ്പോ ഇങ്ങനെ പറഞ്ഞു, അവൻ നിങ്ങളോട്, അവന്റെ ശുശ്രൂഷക്കാരോട് അവൻ ഇങ്ങനെ പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് അവർ ഒരുപക്ഷെ ലോക്കൽ അറേഞ്ച്മെന്റിന് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ മേരി അങ്ങനെ പറഞ്ഞത്. വി ആർ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. എന്നാൽ അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് വളരെ 3-4 പറവീതം കൊള്ളുന്ന 150 gallons ഓഫ് വാട്ടർ, അത് കൽപാത്രങ്ങളായിരുന്നു. കൽപാത്രങ്ങളിൽ വെക്കുന്നതിന്റെ കാരണം കൽപാത്രങ്ങൾ വേഗത്തിൽ അശുദ്ധമായി തീരത്തില്ല. ഇന്ന് AC കാറിൽ വന്നിട്ട് AC ചർച്ചിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരിക്കലും പൊടി പിടിച്ച റോഡിലെ വാഹന മൃഗങ്ങളുടെ വേസ്റ്റും ഒക്കെയുള്ള റോഡിലൂടെ നടന്നു വരുന്ന ഒരാളുടെ ഫീലിംഗ് നമുക്ക് മനസ്സിലാകത്തില്ല. ദേഹം മുഴുവൻ പൊടിയും, കാലിലൊക്കെ പണ്ടത്തെ കാലത്തെ പോലെ ഈ ചാണകങ്ങളൊക്കെ പറ്റി വരുന്ന ഒരു സമയം നമുക്ക് ചിന്തിക്കാം. അപ്പൊ അങ്ങനെയുള്ള വാഷിംഗ് പർപ്പസസ് വേണമായിരുന്നു. മാർക്കറ്റിൽ നിന്നൊക്കെ വന്നാൽ കുളിച്ചിട്ട് മാത്രമേ വീട്ടിൽ കയറാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്ത് ശുദ്ധീകരണ നിയമം അനുസരിച്ച് റിച്വൽ പർപ്പസിന് വേണ്ടി അവിടെ വെച്ചിരിക്കുന്ന കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. യേശു അവരോട് കൽപ്പിച്ചതെന്നറിയാമോ? ഈ പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. യേശു അവരോട് ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്കൊണ്ട് കൊടുപ്പീൻ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഇതിനകത്തുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്, എപ്പോഴായി ഈ വെള്ളം വീഞ്ഞായെന്ന് സത്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. ഇത് കോരിയപ്പോ വെള്ളമായിരുന്നു, ഇതിൽ നിന്ന് ശകലം ഡ്രോ ഔട്ട് എ ലിറ്റിൽ അന്നേരം വെള്ളമായിരുന്നു, കൊണ്ടുപോയതും വെള്ളമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ കൊടുത്തപ്പോൾ, ഒഴിച്ചപ്പോൾ അത് ഇതുവരെ പാലസ്റ്റീൻ കണ്ടിട്ടില്ലാത്തത്ര സൂപ്പർ അബണ്ടൻസ് ആയ, ടേസ്റ്റിയായ മഷിഹായുടെ പുതിയ വൈനായിട്ട് അത് മാറി. ഇതിനിടയിൽ എപ്പോഴാണ് ഇത് സംഭവിച്ചത് നമുക്കറിയത്തില്ല. ഞങ്ങളുടെ സെമിനാരിയിൽ പണ്ട് വർഷങ്ങൾക്ക് ഒരു ജർമ്മൻ പ്രൊഫസർ വന്നായിരുന്നു. ജർമ്മനിയിൽ നിന്നുള്ള ഒരു വലിയ സ്കോളർ ആയിരുന്നു. അദ്ദേഹം വന്ന് പ്രസംഗിച്ച ഒരു മെസ്സേജ് മർക്കോസിന്റെ സുവിശേഷം 2ാമത്തെ ചാപ്റ്ററിൽ നിന്നാ. എന്താ പറയാ, മർക്കോസിന്റെ സുവിശേഷം 2ാമത്തെ ചാപ്റ്റർ ഒരു പാരലറ്റിക് ആയ ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നത്. അദ്ദേഹം കൊടുത്ത ടൈറ്റിൽ ഇതായിരുന്നു, ദ ഫസ്റ്റ് ജോഗിങ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. ന്യൂ ടെസ്റ്റ്മെന്റിലെ ആദ്യത്തെ ജോഗിങ്, അതാണ് അദ്ദേഹം കൊടുത്തത്. ആ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു.
അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ പരീശന്മാര് ശാസ്ത്രിമാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക, ഇതെപ്പോഴായി അത്ഭുതം നടക്കണം, ആ ഒരു സെക്കൻഡ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുമ്പോൾ അവർക്ക് ആർക്കും പിടുത്തം കിട്ടില്ല. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇന്ന് തന്നെ മനസ്സിലുണ്ട്, ഗോഡ് ഓൾവേസ് ഹൈഡ് ഹിസ് ഫിംഗേഴ്സ്. ദൈവം തന്റെ വിരലുകളൊക്കെ എപ്പോഴും ഒളിപ്പിച്ചാ വെക്കുന്നത്. പക്ഷെ ഒരു കാര്യം അറിയാം, ആ മനുഷ്യൻ നടക്കാൻ കഴിയാത്ത പാരലിറ്റിക് ആയ ഒരു മനുഷ്യനായിരുന്നു. യേശു അവനെ സൗഖ്യമായപ്പോൾ അവൻ നടക്കാൻ തുടങ്ങി. കൊണ്ടുപോയതും കോരിയതെല്ലാം വെള്ളമായിരുന്നു, പക്ഷെ ഒഴിച്ചു കൊടുത്തപ്പോൾ അത് വീഞ്ഞായിരുന്നു. പിറവിയിലെ കുരുടനായ മനുഷ്യൻ, അവൻ കുരുടനായിരുന്നു. ഐ വാസ് ബ്ലൈൻഡ്, but when I met Jesus, I became seeing. എന്റെ ജീവിതത്തിൽ ഇരുട്ടുണ്ടായിരുന്നു, എന്നാൽ യേശു അതിനെ വെളിച്ചമാക്കി മാറ്റുവാൻ ഇടയായിത്തീർന്നു. അത് രക്ഷിക്കപ്പെടുന്ന ഇതുപോലെ ഒരു മിസ്റ്ററിയാ. We are not sure at what moment we are born again. കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നിക്കോദെമോസേ നിനക്ക് അറിയത്തില്ല. എന്നാൽ ആ കാറ്റ് നിന്റെ മേൽ അടിച്ചാൽ നിന്റെ സ്റ്റോറി മാറുവാൻ ഇടയായിത്തീരും. ഞാൻ വിചാരിക്കുക, യേശുവിന്റെ ശുശ്രൂഷ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ശുശ്രൂഷയാ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന ശുശ്രൂഷ മാത്രമല്ല, എഫേസ്യർ 2-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നതാണ്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നിങ്ങളെ അവൻ ജീവിപ്പിക്കുവാനിടയായി തീർന്നു. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. നമ്മുടെ ലൈഫില് മരണമാണതാണ്. ടേസ്റ്റ് ഇല്ലാത്ത, കളറില്ലാത്ത, ക്രൈസിസിൽ അകപ്പെട്ടു പോയ, ഓൾമോസ്റ്റ് ബ്രോക്കൺ ആയ സിറ്റുവേഷൻസിലൂടെ പോയ അനേകരുണ്ട്. എന്നാൽ അവരെല്ലാം യേശു കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ അവരുടെ ജീവിതത്തിലെല്ലാം ബ്യൂട്ടിഫുൾ ആയ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുവാനിടയായിത്തീർന്നു. അങ്ങനെ ഒരു രൂപാന്തരം തരാൻ കഴിയുന്ന ശുശ്രൂഷ യേശു കർത്താവിന്റെ ശുശ്രൂഷയാ. മാത്രമല്ല, നമ്മുടെ ജഡ്ജ്മെന്റിൽ നിന്നും ദൈവത്തിന്റെ കൃപയിലേക്ക് നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം നമ്മളെ സ്പർശിക്കുവാനിടയായപ്പോഴാ നമ്മുടെ നരകത്തിയുടെ മണം മാറിയിട്ട് പറുദീസായുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ വന്നത് കർത്താവിന്റെ സുവിശേഷം നാം സ്വീകരിക്കുവാനിടയായതാ. ഇങ്ങനെയൊക്കെ ഒരു രൂപാന്തരം തരാൻ കഴിയുന്നത് യേശു കർത്താവിന് മാത്രമാണ്. അതുകൊണ്ട് ഈ ആദ്യത്തെ അത്ഭുതം നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു മെസ്സേജ് ഇതാണ്: യേശുവിന്റെ ശുശ്രൂഷ രൂപാന്തരത്തിന്റെ ശുശ്രൂഷയാ. പ്രതികൂലങ്ങളെ, ക്രൈസിസിന്റെ നടുവിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യുവാൻ, നമ്മുടെ പരാജയങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുവാൻ, നമ്മുടെ നിരാശകളെ ട്രാൻസ്ഫോം ചെയ്യുവാൻ, നമ്മുടെ വിലാപത്തെ നൃത്തമാക്കുവാൻ, രട്ട അഴിച്ചിട്ട് നമ്മളെ സന്തോഷ വസ്ത്രം ഉടിപ്പിക്കാൻ കഴിയുന്നത് യേശു കർത്താവിന് മാത്രമാണ്. ലോകം മുഴുവൻ യുദ്ധഭീതിയിലും പ്രശ്നങ്ങളിലും വലിയ പാപത്തിന്റെ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുക. എന്നാൽ സുവിശേഷത്തിന് മാത്രമേ ലോകത്തിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. സുവിശേഷത്തിന് മാത്രമേ വ്യക്തികളെയും കുടുംബങ്ങളെയും രൂപാന്തരപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഈ ചാപ്റ്റർ നമ്മളോട് വിളിച്ചു പറയുന്നത് യേശുവിന്റെ ശുശ്രൂഷ രൂപാന്തരത്തിന്റെ ശുശ്രൂഷയാണ്. നോക്കിയേ, ചാപ്റ്റർ 2-ല്, ചാപ്റ്റർ 3, ചാപ്റ്റർ 4 നോക്കിയേ, യേശു നോക്കിയേ, 2-ാമത്തെ ചാപ്റ്റർ 2-3 മുതൽ കാനാവിലെ കല്യാണ വീട. നിങ്ങൾ അതിലൂടെ 4-ാമത്തെ ചാപ്റ്റർ അതിന്റെ 4-ന്റെ-46 മുതലുള്ള വാക്യങ്ങളെ നോക്കി. 4-4 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. See, very interesting. John is writing in 4th chapter again mentioning Cana and telling that Yeshu again came back to Cana where he turned water into wine. Though ഇതിനെ പഠിക്കുമ്പോൾ വിളിക്കുന്നതിന് അറിയാമോ? ചാപ്റ്റർ 2 to 4 ഫ്രം കാന ടു കാന. ഇതിനിടയില് നിക്കോദീമോസിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇതിനിടയിൽ ശമര്യക്കാരി സ്ത്രീയെ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ജീസസ് കെയിം ബാക്ക് അഗെയിൻ ടു കാന. ഓക്കെ, കാന ടു കാന. ഈ കാന ടു കാനയില് ചാപ്റ്റർ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇവിടെ എല്ലാം ഇൻട്രസ്റ്റിംഗ്ലി വെള്ളത്തിന്റെ തീം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കി, ചാപ്റ്റർ 2-ല് വെള്ളമുണ്ട്, ചാപ്റ്റർ 3-ല് വെള്ളത്താലും ആത്മാവിനും വീണ്ടും ജനിക്കാൻ കഴിയത്തില്ല. ചാപ്റ്റർ 4-ല് വെള്ളം കോരാൻ വന്ന സ്ത്രീയാണ്. അവളോട് യേശു പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിച്ചാൽ അവൻ ഒരു നാളും ദാഹിക്കത്തില്ല. 3:22-ല് ആ സ്നാന കടവില് യോഹന്നാനും യേശു നിൽക്കുന്നത്. സോ വാട്ടർ തീം. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ച പിള്ളേരോട് പറയും, ഈ 2 മുതൽ 4 വരെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ സൂക്ഷിച്ച് മറിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വിരലിന്റെ അറ്റം വെള്ളം കൊണ്ട് നനയുമെന്ന് ഞാനൊരു അലങ്കാരിക ഭാഷയിൽ അവരോട് പറയും. സോ വാട്ടർ തീം is brilliantly presented in chapter 2 to 4 in Cana to Cana. നോക്കി, ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണേ. ഈ ചാപ്റ്റർ 2-ല് യഹൂദന്റെ ഒരു സേക്രഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാരേജ് എന്ന് പറയുന്നത്, ജൂയിഷ് സേക്രഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാരേജ്. ചാപ്റ്റർ 2-ന്റെ 2-ാം ഭാഗത്ത് ടെമ്പിൾ ക്ലെൻസിങ്. So temple is another sacred institution. So marriage and temple in chapter 2. Chapter 3-ല് the rabbinic office, another sacred institution. Chapter 4-ല് Jacob's well, that is another sacred thing. So
4 sacred institutions, like the marriage, the temple, the rabbinic office, and the Jacob's well. So John is writing beautifully the gospel, presenting the story. Chapter 5 onwards, we are attending festivals. Chapter 5 festival, chapter 6 festival, chapter 7 festival, 8, 9, and 10 festival. So chapter 5 to 10 is festival. Chapter 2 to 4 is the Jewish sacred institution. It's a beautiful presentation of Jesus' story by the disciple of Jesus. So Jesus' story is a story of transformation. എസെക്കിയേൽ 37 നാം വായിക്കുന്നത് പോലെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വരയിൽ നിന്നും ഒരു സൈന്യത്തെ ഉളവാക്കാൻ കർത്താവിനെ കൊണ്ട് കഴിഞ്ഞതുപോലെ the Lord of the Old Testament, പുറപ്പാടിൽ തന്റെ മഹത്വം വെളിപ്പെടുത്തിയ അതേ കർത്താവ് കാനാവിലെ കൊച്ചു കല്യാണ വീട്ടിൽ വെച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തി. എന്നാൽ ഇന്ന് റിജോയ്സിൽ എനിക്ക് തോന്നുന്നത് എന്റെ കൂടെ ഒരു ഓൾമോസ്റ്റ് 21 ഫാമിലീസ് ജോയിനിങ്. നമ്മുടെ വീട്ടിനകത്ത് ദൈവകൃപയുടെ വീഞ്ഞ് ഇന്ന് രാത്രി ഒഴുകുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുന്നുണ്ട്. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ഇതുപോലുള്ള ക്രൈസിസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാ. എന്നാൽ യേശു കർത്താവിന്റെ സുവിശേഷം, കർത്താവിനെ അറിഞ്ഞതുകൊണ്ട്, യേശു കർത്താവിനെ അനുഗമിക്കാൻ നമ്മൾ തീരുമാനിച്ചതുകൊണ്ട് നമ്മുടെ സ്റ്റോറിയിലും വലിയ മാറ്റങ്ങൾ, ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്, ഫ്രം ഡെത്ത് ടു ലൈഫ്, from meaningless to meaningful, from Hades to heaven, അങ്ങനെ വലിയ മാറ്റങ്ങൾ കർത്താവ് തരുവാനിടയായിത്തീരുന്നു. നമ്മളെയും ആ വലിയ വിരുന്ന് വീട്ടിലേക്ക് മശിഹായുടെ പുതിയ വീഞ്ഞിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ വലിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീരുന്നു. ഓക്കെ, അതിനുശേഷം അതിന്റെ 11ാമത്തെ വാക്യം എങ്ങനെയാ? യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ജീസസ് റിവീൽ ഹിസ് ഗ്ലോറി. കാനാവിലെ കൊച്ചു കല്യാണ വീടിനകത്ത് മഹത്വം, ഈ കൊച്ചു വീട്ടിനകത്ത് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി. യേശു മഹത്വം വെളിപ്പെടുന്ന അഡ്രസ്സിംഗ് ദ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ജീസസ് ആൻഡ് വാട്ട് ഈസ് ഹിസ് മിഷൻ? നോക്കണേ, എന്റെ 20ാമത്തെ ചാപ്റ്ററിലേക്ക് ഞാനത് മറിക്കുക. ചാപ്റ്റർ 20 of John's Gospel. Chapter 20 of John's Gospel. Chapter 20, 30 and 31 is the purpose of the gospel. The writer is telling about the purpose. What is the purpose? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അതിനർത്ഥം റൈറ്റർ പറയാ, ഞാൻ വളരെ സെലക്റ്റീവാ. റൈറ്റർ പറയാ, there are lot of miracles, lot of signs. പക്ഷേ ഇത് ഞാൻ I have selected few only. വളരെ സ്പെക്ടാക്കുലർ ആയ, പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനി മാറുന്ന ആ അത്ഭുതമൊന്നും യോഹന്നാൻ എഴുതിയിട്ടില്ല. പിന്നെ യു കനോട്ട് സീ ആ ഫീവർ ഗോസ്. യോഹന്നാൻ എഴുതിയ എല്ലാം കാണാൻ പറ്റുന്ന അത്ഭുതങ്ങളാണ്. കാനാവിലെ കല്യാണ വീട്ടിലെ അത്ഭുതം, മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ ലാസർ 38 വർഷമായി, വളരെ സ്പെക്ടാക്കുലർ ആയ സയൻസ് യോഹന്നാൻ എടുത്തിരിക്കുന്നത്. യോഹന്നാൻ പറയാ, വലിയൊരു പൂളിൽ നിന്നും, സയൻസിന്റെയും ടീച്ചിങ്സിന്റെയും വലിയൊരു പൂളിൽ നിന്നും ഐ സെലക്ടഡ് ഫ്യൂ. എന്തിനാണെന്നറിയാമോ? ഐ സെലക്ടഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളി അറേഞ്ച് ടു ടെൽ ദ സ്റ്റോറി ഓഫ് ജീസസ് ടു ദ വേൾഡ്. യോഹന്നാൻ പറയാ, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. 2 things. 2 കാര്യങ്ങൾ നിങ്ങൾ യേശു കർത്താവിനെ കുറിച്ച് അറിയണം. ഈ ബുക്കിന്റെ പർപ്പസാ. 1, ജീസസ് ഈസ് എ സൺ ഓഫ് ഗോഡ്. നമ്പർ 2, ജീസസ് ഈസ് ദ മെസ്സായ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അതിനുവേണ്ടി ഞാനിത് എഴുതുന്നത്. അതിന് പിന്നെ പറയാ, അത് ഇങ്ങനെ അറിഞ്ഞാൽ മാത്രം പോരാ. യു മസ്റ്റ് ബിലീവ് ഇൻ ജീസസ് ആൻഡ് യു മസ്റ്റ് ഹാവ് ലൈഫ് ത്രൂ ഹിം. അവനിൽ നിന്നുള്ള ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് പകരപ്പെടണം. അതാണ് ഈ ബുക്കിന്റെ പർപ്പസ്. ഞാൻ ചോദിക്കട്ടെ, ഈ ബുക്കിന്റെ പർപ്പസ് അതാണെങ്കിൽ ഈ ചാപ്റ്റർ 2 ഓൾസോ റിട്ടൺ വിത്ത് ദാറ്റ് പർപ്പസ്. അങ്ങനെയാണെങ്കിൽ എന്താ പർപ്പസ്? ജീസസ് ഈസ് ദ മെസ്സായ, നമ്പർ 1. നമ്പർ 2, ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, യെശയ്യാവ് പറയാ, മശിഹ വരുമ്പോൾ wine will flow. മശിഹ വരുമ്പോൾ bread will flow. So chapter 2 says that the Messiah Jesus is here. The expectation of the Old Testament is fulfilling. കാത്തുകാത്തിരുന്ന ലോകത്തിന്റെ വിമോചകനായ മശിഹ ഇവിടെ വന്നു എന്ന് യോഹന്നാൻ ഈ ഒരു സൈനിലൂടെ ആ റീഡറോട് വിളിച്ച് പറയുക. അത് വായിക്കുന്ന ആൾ വിളിച്ച, ജീസസ് ഈസ് ദ മെസ്സായ, the Messiah of the Jews, the Messiah for all the people, to rule and reign the world. The end, പ്രവാചകന്മാരൊക്കെ പ്രസംഗിച്ച a time is now fulfilled. ആ കാലം ഇതാ വന്നിരിക്കുക. The final glorious period is beginning with Jesus. The kingdom of God is inaugurated with Jesus. The king is here, so the kingdom is here. The wine is flowing, the bread is flowing. So you need to see that Jesus is the Messiah. That's the number 1. Number 2,
ജീസസ് ഈസ് ദ യുണീക് സൺ ഓഫ് ഗോഡ്. ചാപ്റ്റർ 1:3 ഇതാണ് യോഹന്നാൻ പറയാ, സകലം അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. Positively and negatively says everything is created through the agency of the Son, the Father and the Son. So Jesus is participating in creation. സൃഷ്ടിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ വെള്ളവും വീഞ്ഞും ഉണ്ടാക്കിയ ആളാണ് കാനാവിലെ കല്യാണ വീട്ടിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടാ വെള്ളം യേശുവിനെ അനുസരിച്ചെന്നറിയാമോ? വെള്ളം അനുസരിച്ചതിന്റെ കാരണം വെള്ളത്തെ ഉണ്ടാക്കിയ ആള് ആ കാനാവിലെ കല്യാണ വീട്ടിൽ വന്നതുകൊണ്ടാണ്. പടകിന്റെ അമരത്ത് തലവെച്ചുറങ്ങുമ്പോൾ അവിടെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കാറ്റിനെയും കടലിനെയും ശാസിക്കുമ്പോൾ കാറ്റിനോട് ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ കാറ്റെ അടങ്ങുക എന്നും, അല്ലെങ്കിൽ കടലിനോട് ഒരു ദാസനോട് പറയുന്നത് പോലെ പറയുമ്പോൾ ചെവി തുറന്ന് കാറ്റും കടലും ഒക്കെ കേട്ടതിന്റെ കാരണം കാറ്റിനെയും കടലിനെയും ഒക്കെ ഉണ്ടാക്കിയ ആള് പടകിന്റെ അമരത്ത് തലവെച്ചുറങ്ങുന്നത് കൊണ്ടാണ്. സകലത്തിന്റെ മേലും അധികാരമുള്ള, വെള്ളത്തിന്റെ മേലും വീഞ്ഞിന്റെ മേലും കടലിന്റെ മേലും കാറ്റിന്റെ മേലും ഒക്കെ അധികാരമുള്ള ഒരു മഹാരാജാവിനെ സേവിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിറക്കുവാനിടയായി തീർന്നത്. ഞാന് മറ്റൊരു കാര്യം നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഞാന് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോ പിള്ളേരോട് ചോദിച്ചു, നിങ്ങള് വെള്ളം വീഞ്ഞാക്കി തീരുന്ന ഒരു അത്ഭുതം ഇതിന് മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ചോദിച്ചപ്പോ അവരെല്ലാം പറഞ്ഞു ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും ഗ്രേപ്സ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ ചോദിച്ചു, മുന്തിരി ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ ചോദിച്ചു. അവർ പറഞ്ഞു മുന്തിരി ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു മുന്തിരി എന്താ ചെയ്യുന്നേ? വെള്ളം വലിച്ചെടുത്തിട്ട് അതിനെ മുന്തിരിച്ചാറാക്കി മാറ്റുന്ന അത്ഭുതമാണ് മുന്തിരി വള്ളിയിൽ നടക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെ അത്ഭുതം എന്ന് വിളിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ദാറ്റ്സ് പാർട്ട് ഓഫ് ക്രിയേഷൻ. അത് സൃഷ്ടിപ്പിലുള്ളത് കൊണ്ട് നമ്മൾ അതിനെ അത്ഭുതം എന്ന് വെക്കത്തില്ല. ആ വ്യവസ്ഥ ആരാ വെച്ചെന്നറിയാമോ? ദാറ്റ് ഈസ് ദ സെയിം ലോർഡ്. ഈ കർത്താവ് തന്നെയാണ് വെള്ളത്തെ മുന്തിരിവള്ളിയിലൂടെ മുന്തിരിച്ചാറാക്കി മാറ്റുന്ന അത്ഭുതം ചെയ്തു. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ക്രിയേഷൻ. എന്നാൽ ആ സൃഷ്ടിച്ചയാള് ഇപ്പോൾ തന്റെ കൈ ആ സൃഷ്ടിപ്പിലേക്ക് കടത്തിയിട്ട് ആ നാച്ചുറൽ പ്രോസസ്സിലൂടെ അല്ല, സൂപ്പർ നാച്ചുറൽ ആയിട്ട് വെള്ളത്തെ വീഞ്ഞാക്കുക. സോ ദ ഗോഡ് ദ ക്രിയേറ്റർ ആൻഡ് ഗോഡ് ഈസ് നൗ സൂപ്പർ നാച്ചുറലി വർക്കിംഗ്. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, യോഹന്നാന്റെ പുസ്തകത്തില് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പുസ്തകമാണ് യോഹന്നാന്റെ പുസ്തകം. 4 ചാപ്റ്റേഴ്സേ ഉള്ളൂ, ഒരു 20 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കാം. പക്ഷെ ദാറ്റ്സ് എ വെരി ഡീപ് ബുക്ക്. അതിനകത്ത് ഗോഡ് ഈസ് പ്രസന്റിംഗ് ഹിംസെൽഫ് ആസ് ദ കിങ്. മത്സ്യത്തോടും പുഴുവിനോടൊക്കെ കൽപ്പിക്കുക. അവിടെ എഴുതിയിരിക്കുന്നു, ഒരു രാത്രി കൊണ്ട് ഒരു ആവണക്ക് യോഹന്നാന്റെ തലയ്ക്ക് മുകളെ വളർന്നു പൊങ്ങി. ദൈവം വെച്ച വ്യവസ്ഥ എന്നാണെന്നറിയാമോ? വർഷങ്ങൾ കൊണ്ട് ആവണക്ക് വളരുന്നത്. എന്നാൽ അന്ന് രാത്രി യോനയ്ക്ക് വേണ്ടി ആ ആവണക്കിനെയും ആവണക്കിന്റെ വളർച്ചയുടെ സിസ്റ്റത്തെയും ഉണ്ടാക്കി അതേ കരം നീട്ടിയിട്ട് ഒരു രാത്രി കൊണ്ട് രാവണക്കിനെ ഉയർത്തി പൊങ്ങി യോനായ്ക്ക് തണൽ കൊടുത്തു. സോ ഗോഡ് ക്യാൻ ഇന്റർവീൻ ഇൻ ക്രിയേഷൻ. ഞാൻ പറഞ്ഞൊരു വലിയ ചിന്ത അതെന്ന് ഞാൻ പറയാം. സൂപ്പർ നാച്ചുറലിസം ഇൻ ദ ബൈബിൾ, അല്ലെങ്കിൽ മിറക്കിൾസ് ഇൻ ദ ബൈബിൾ ആൻഡ് നാച്ചുറലിസം, ക്രിയേഷൻ എന്ന് പറയുന്നത് ഗോഡ് ഇസ് എ ക്രിയേറ്റർ. ഗോഡ് ക്രിയേറ്റ് ചെയ്ത ദൈവത്തിന് തന്റെ ക്രിയേഷനിൽ ഇറങ്ങിയിട്ട് സൂപ്പർ നാച്ചുറൽ ആയിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ കർത്താവിനെ കൊണ്ട് കഴിയും എന്ന ഈ വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയാം. Therefore we believe supernatural is in the Bible because we believe in creation. The God who created everything has the right to manipulate or intervene and do things in a different manner. അതുകൊണ്ട് ഈ കാനാവിലെ കല്യാണ വീട് നമ്മളോട് പറയുന്നത് യേശുവിന്റെ മഹത്വത്തെ കുറിച്ചാ. എന്താ മഹത്വം എന്നറിയാമോ? ഹീസ് ദ മെസായ, ഹീസ് ദ ഡിവൈൻ സൺ ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തിന്റെ ചെറിയ ക്രൈസിസുകളുടെ നടുവിൽ നാം ആരെ ആശ്രയിക്കും? ജീവിതത്തിൽ കാറ്റും കോളും അടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു ആൻസർ ഈ ബുക്ക് തരിക. ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. They put their trust in the Lord. കാറ്റും കോളും അടിക്കുന്ന യാത്രയിലും എല്ലാവരും ഇട്ടിട്ട് പോകുന്ന റിജക്ഷൻസിലും മുറിവുകൾ ഉണ്ടാകുമ്പോഴും ക്ഷീണിക്കുമ്പോഴും എല്ലാവരും മറക്കുമ്പോഴും ഒക്കെ ആശ്രയിക്കാൻ ഒരു നല്ല കർത്താവ് ഉണ്ടെന്ന് ഈ പാസേജ് നമ്മളോട് പറയാം. We need to trust the Lord with all the heart. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും നമ്മുടെ പടകിനെ നേരെ നിർത്താൻ നമ്മുടെ കർത്താവിനെ കൊണ്ട് കഴിയും. നമ്മുടെ ചെറിയ സോറോസിനെ മാറ്റാൻ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഇടപെടാൻ, നമ്മളോടൊന്ന് കൽപ്പിക്കാൻ, സാഹചര്യങ്ങളുടെ മേൽ ഒരു വഴി തുറക്കാൻ നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവിന് കഴിയും. Therefore യേശു കർത്താവിനെ വിശ്വസിച്ച് അവനിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കിടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് റിജക്ഷൻ ആണെങ്കിലും, ഷെയിം ആണെങ്കിലും, ക്ലോസ്ഡ് ഡോർസ് ആണെങ്കിലും, അതോ നമ്മളെ കുറിച്ചുള്ള ഏതെങ്കിലും ഒക്കെ റൂമേഴ്സ് ആണെങ്കിലും, അതോ ഇനി ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ആണെങ്കിലും,
അതിന് നടുവിലും യേശു കർത്താവിൽ ആശ്രയിച്ച് കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന അവസരങ്ങളായി മാറുവാൻ കൊണ്ടിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മഹത്വവും മാനപ്പുകഴ്ചയും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് റിജോയ്സ് ഫെലോഷിപ്പിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിരിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിപ്പാനുണ്ട്.